നമസ്കാരം. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്ര ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങാത്തത് ബി.ജെ.പിയുടെ കുടുംബവാഴ്ച ആരോപണം ഒഴിവാക്കാനാണെന്നുള്ള ഒരു വിലയിരുത്തലുണ്ടാകുന്നുണ്ട്. അമേഠിയിൽ നിന്നോ റായ്ബറേലിയിൽ നിന്നോ മത്സരിക്കണമെന്ന് പ്രിയങ്കയോട് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ അഭ്യർത്ഥിക്കുകയായിരുന്നു. പക്ഷേ അവർ താൻ കൂടി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയാൽ അത് ബി.ജെ.പിയുടെ വാദത്തിന് മുന കൂട്ടുമെന്നും ശക്തി പകരുമെന്നുമൊക്കെ പ്രിയങ്ക ചിന്തിച്ചുവെന്നാണ് അനുമാനം. റായ്ബറേലിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന അമ്മ സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭയിലാണ്. രാഹുൽ 2 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പോരിനിറങ്ങുകയും ചെയ്തു. പ്രിയങ്കയും സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നുള്ള പ്രചാരണം ശക്തമാക്കുമായിരുന്നു ബി.ജെ.പി. ഈ പശ്ചാത്തലത്തിലാണ് കുടുംബവാഴ്ച ആരോപണം തടയുവാൻ വേണ്ടി പ്രിയങ്ക തീരുമാനിച്ചത് എന്നാണ് പാർട്ടി വൃത്തങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ പ്രിയങ്കയുടെ പിന്മാറ്റം വോട്ടർമാർക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്നുള്ള ചില നേതാക്കളുടെ അഭിപ്രായങ്ങളും ഭയപ്പെടുത്തലുകളും വരുന്നുണ്ട്. കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മംഗൾസൂത്ര ആരോപണം ഉയർത്തിയപ്പോൾ അതിനെ മൂർച്ചയേറിയ പ്രചരണത്തിലൂടെ നേരിട്ടത് മറ്റാരുമായിരുന്നില്ല, പ്രിയങ്ക ഗാന്ധിയായിരുന്നു. പിന്തുടർച്ചാവകാശ നികുതി സൂചിപ്പിച്ച് പിതാവ് രാജീവ് ഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കി പ്രധാനമന്ത്രി മോദി നടത്തിയ പരാമർശത്തിനും മറുപടി നൽകിയത് പ്രിയങ്ക ഗാന്ധിയാണ്. തൻ്റെ പിതാവിന് അമ്മയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചത് സമ്പത്തല്ലെന്നും രക്തസാക്ഷിത്വമായിരുന്നുവെന്നുമായിരുന്നു പ്രിയങ്കയുടെ മറുപടി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ അവർ കോൺഗ്രസിൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ മുഖമാവുകയും ചെയ്തു എന്നുള്ളത്. ആ നിലയ്ക്ക് മത്സരരംഗത്തിറങ്ങിയാൽ അവരുടെ താരപ്രഭാവം കോൺഗ്രസിന് നേട്ടമായി മാറും എന്നായിരുന്നു നേതാക്കളിൽ പലരും കരുതുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ മത്സരിച്ച് തോറ്റ അമേഠിയിൽ പകരക്കാരനായി അമേഠിയിലിറങ്ങുന്ന ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള കിഷോരിലാൽ ശർമ്മയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പ്രിയങ്ക സാമൂഹിക മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അർപ്പണബോധവും കർത്തവ്യബോധവും തെരഞ്ഞെടുപ്പിൽ ശർമ്മയെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു സൂചന കൂടി പ്രിയങ്ക വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിൽ സ്മൃതി ഇറാനിയാണ് ശർമ്മയുടെ എതിരാളിയായിട്ടെത്തുന്നത്. റായ്ബറേലിയിൽ മത്സരിക്കുവാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തോട് പക്ഷേ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ അവരുടെ എതിരാളികൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് എന്നാണ് ബി.ജെ.പി. പ്രതികരിച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ദോഷകരമായിട്ടുള്ള വിധത്തിൽ അത് ദോഷം ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ തീരുമാനമെന്നാണ് എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജ പക്ഷേ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം കേരളത്തിൽ യു.ഡി.എഫ് അണികൾക്കിടയിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയപ്പെടുന്നു. ഇതേക്കുറിച്ച് പ്രചാരണ ഘട്ടത്തിൽ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം പക്ഷേ അത് നിഷേധിക്കുകയായിരുന്നു. പുതിയ തീരുമാനത്തോട് കോൺഗ്രസ് നേതൃത്വം വളരെ കരുതലോടെ പ്രതികരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തുവാനുള്ള നീക്കമെന്നാണ് ലീഗ് അടക്കമുള്ളവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. റായ്ബറേലിയിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചതോടെ രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചു എന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ്റെ ആരോപണം. ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഭീരുത്വമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വയനാട്ടിൽ കോൺഗ്രസ്സുകാരെക്കാൾ പണിയെടുത്ത ലീഗുകാർക്ക് പണി കിട്ടി എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ ഈ വാദഗതികളൊന്നും നിലനിൽക്കില്ല എന്നുകൂടി പറയട്ടെ. കാരണം രാഹുൽ മത്സരിക്കുന്നത് നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ യു.ഡി.എഫിൻ്റെ സാധ്യതയെ കാര്യമായി അത് ബാധിച്ചേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഹുൽ 2 ജയിച്ചാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. 3ാം സീറ്റ് എന്ന ആവശ്യം ലീഗ് ചിലപ്പോൾ വീണ്ടും ഉന്നയിച്ചേക്കാം എന്നുള്ളതുമുണ്ട്. അത് മുന്നണി ബന്ധത്തെ തകരാറിലാക്കുകയും ചെയ്യും. കോൺഗ്രസിനകത്തും സീറ്റിനായി പിടിവിലി നടക്കുന്നുണ്ട്. രാഹുലിൻ്റെ കേരളത്തിലെ സാന്നിധ്യം യു.ഡി.എഫിന് നൽകിയിരുന്നത് വലിയ ആത്മവിശ്വാസവുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലേക്ക് വീണ്ടും തട്ടകം മാറ്റുന്നതോടുകൂടി പഴയതുപോലെ ഗ്രൂപ്പ് പോരടക്കമുള്ളവ ശക്തമാകുവാനുള്ള സാധ്യതയും കേരളത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ലീഗ് 3ാം സീറ്റ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ നിന്നുള്ള യാത്ര, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാതെ മാറി നിൽക്കുന്നത് കുടുംബാധിപത്യമുണ്ട് എന്നുള്ള ബി.ജെ.പിയുടെ വാദങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലാത്തത് ഇവിടെയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും വളരെ കൃത്യമായി അറിയാം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കും. രാഹുൽ ഗാന്ധി അവിടെ വിജയിക്കുകയാണെങ്കിൽ ആ സീറ്റ് നിലനിർത്തുക തന്നെ ചെയ്യും. പകരം വയനാട്ടിൽ മത്സരിച്ച് വിജയിക്കുന്ന രാഹുൽ ഗാന്ധി ആ സീറ്റ് ഉപേക്ഷിക്കേണ്ടി വരും. അവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ ആ സീറ്റ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പ്രിയങ്ക ഗാന്ധിയെ കളത്തിലിറക്കുന്നത് കോൺഗ്രസ് വയനാട്ടിലായിരിക്കും. അങ്ങനെ വയനാട്ടിലിറക്കി ഒരു തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായി എത്തുന്നത് നടാടെയായി എത്തപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ആ ഉപതെരഞ്ഞെടുപ്പായിരിക്കും.
ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുവാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തുകയും പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ സംരക്ഷകയായി തീരുകയും ചെയ്യുമെന്നുള്ളത് വയനാട്ടുകാർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകുന്നതാണ് എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിനിടയിലും ലീഗിൻ്റെ ഇടയിലെയും അസ്വാരസ്യം ഇല്ലാതാക്കുന്നതിനും ഒപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന രാഹുൽ ഗാന്ധി റായ്ബറയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈമനസ്യം അതില്ലാതാക്കുന്നതിനും പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവും പ്രിയങ്ക ഗാന്ധിയുടെ മത്സരത്തിലേക്കുള്ള യാത്രയുമൊക്കെ കോൺഗ്രസിന് ശക്തി പകരുകയും ഒപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.